പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈപ്പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിരുന്നു. ഇതിനു വേണ്ടി ഒരു ഹൈപ്പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക, ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള ഒരു കലണ്ടർ. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് പല നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡികൾ നിലവിൽ വരുന്നത് ഡിസംബറിലാണ്. ഏതാണ്ട് ഒരു 70-80% പുതിയ ആൾക്കാരാണ്. ഇവരെ ഒന്ന് പരിചയപ്പെട്ടു വരുമ്പോഴേക്കും മാർച്ച് 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പെരുമാറ്റച്ചട്ടം. പിന്നെ എല്ലാവരും ഇലക്ഷൻ മൂടിലായി. അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടു. ആദ്യം കുറ്റമല്ല, ഭരണസമിതികൾ പുതിയ ആൾക്കാർ വന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, ജനുവരി പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അസംബ്ലി മൂടായി. സ്വാഭാവികമാണ്, ഇതിലിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് പകർച്ചവ്യാധികളുടെ എണ്ണം കൂടി. കാരണം ലോക്കൽ ബോഡിയാണ് ഇതിന്റെ അന്തരീക്ഷം ശുചീകരണത്തിൽ അവർക്കും പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കും, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ പിന്നെ മാത്രമല്ല, പരിശോധനയും ഞങ്ങൾ കുറെ കൂടെ വിപുലമാക്കി. അവിടെ ഈ യാഥാർത്ഥ്യം മൂടിയേക്കേണ്ട കാര്യമില്ലല്ലോ, പകർച്ചപ്പനിയല്ലേ. യാഥാർത്ഥ്യം മൂടിയേറ്റാൽ നമ്മളെ ബാധിക്കും ഭാവിയിൽ. അപ്പൊ അതുകൊണ്ട് സത്യമായി തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ അതിന്റെ എന്തായാലും വിമർശനങ്ങൾ ഉണ്ടാവും. ഒന്നും ചെയ്താലും ഉണ്ടാവും, ചെയ്തില്ലെങ്കിലും ഉണ്ടാവും. പ്രവർത്തികൾ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടും. ഇങ്ങനെ ഈ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിനൊരു കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ മേഖലയിലൊക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ഇപ്പോ ഒന്ന് രോഗം ഉള്ള സ്ഥിതി, അതിനെ പ്രതിരോധിക്കണം. രോഗം വരാതിരിക്കാനുള്ള മാർഗം അത് പരിശോധിക്കണം. പിന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ അത് പരിശോധിക്കണം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ഒരു വിപുലമായിട്ടുള്ള യോഗം ഇന്ന് എന്റെ ചേംബറിൽ കൂടി. അത് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഇന്നത്തെ യോഗ അല്പം നീണ്ടുപോയതാണ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോ ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈപ്പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനു വേണ്ടി ഒരു ഹൈപ്പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക, ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള ഒരു കലണ്ടർ തയ്യാറാക്കുക. അപ്പൊ അതിന് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള നടപടി. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിപയുടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക കാലഘട്ടം, അതായത് മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് അതിന്റെ പ്രിക്കോഷൻ എടുക്കാം നേരത്തെ തന്നെ. അപ്പൊ അതിന്റെ ഒരു റീസൺ കണ്ടുപിടിച്ചിട്ടുള്ള എത്രത്തോളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടുപിടിച്ചത് ഈ മാസങ്ങളിലാണ് ഇത് രോഗം പടരാനുള്ള സാധ്യത. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇതുപോലെയുള്ള ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത ഒരു കേസും പോസിറ്റീവ് പോലും നമുക്ക് ഒഴിവാക്കാനാണ് എനിക്ക് ശ്രമിച്ചത്. ഇതിനൊക്കെ കണക്കാക്കിക്കൊണ്ട് അതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടായിട്ട് പിന്നീട് എത്തിച്ചു തരാം. ഒരു ജാഗ്രത സംവിധാനം ശക്തിപ്പെടുത്തണം. അപ്പൊ അതിന് മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, LSD വേണ്ടി വരും, അനിമൽ ഹസ്ബൻഡറി വേണ്ടി വരും. കാരണം മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ, ഇപ്പൊ എലിപ്പനി ഇങ്ങനെയുള്ള സമയം. അപ്പൊ എലിപ്പനി വരാൻ നോക്കണമെങ്കിൽ വെള്ളക്കെട്ട് ഒഴിവാക്കണം, അതിന്റെ ലോക്കൽ ബോഡിയുടെ സഹകരണം. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മരുന്നിന്റെ ലഭ്യതയും സംഭരണം. അതിപ്പോ എല്ലാം നിങ്ങൾക്കറിയാം, KMSCL വഴിയാണ് ഈ മരുന്നുകൾ സംഭരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യമുള്ളത്, ഈ ആവശ്യത്തിന് മരുന്നുകൾ ഇപ്പൊ മരുന്ന് സ്റ്റോക്ക് ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും
വിശദമായി ചർച്ച ചെയ്ത് സർക്കാരിനൊരു റിപ്പോർട്ട് നൽകാൻ ഒരു ഹൈ പവർ കമ്മിറ്റി, അതിന്റെ ചെയർമാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കൺസൾട്ടന്റ് ആണ് ഡോക്ടർ SS ലാൽ. അതേ ചെയർമാനും പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമില മേരി ജോസഫ്, അവരാണ് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി. അവര് കോഓർഡിനേറ്ററായി. ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ കൺവീനറായി. അംഗങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ. ഗവൺമെന്റ് ആരോഗ്യം നിയന്ത്രിക്കണമെങ്കിൽ എല്ലാ മേഖലയും വേണം. അത് സ്വകാര്യവൽക്കരണമായിട്ട് ആരും കാണണ്ട. ഇവർക്ക് റിപ്പോർട്ട് നൽകുന്ന ചുമതല മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ അത് എഴുതാൻ നിൽക്കണ്ട. സ്വകാര്യ ആശുപത്രികൾ, എല്ലാ ആശുപത്രികളും ചികിത്സയുണ്ടല്ലോ. അതുകൊണ്ട് ആ മേഖലയെ കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പോ IMA എന്ന് പറയുമ്പോൾ എല്ലാ ഡോക്ടർമാരും ഇല്ലേ, അപ്പൊ അവരുടെ കൂടെ നിർദ്ദേശം അനുസരിച്ചാണ് എൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയുഷ് വകുപ്പിലെ ഡോക്ടർമാർ, അനിമൽ ഹസ്ബൻഡറി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള വിദഗ്ധന്മാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ലോക്കൽ ബോഡിയുടെ സംവിധാനം കൂടെ ഇതിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചത്. അപ്പൊ സംസ്ഥാന തലത്തിൽ ആക്ഷൻ കമ്മിറ്റി വേണം, അതാണ് ഈ കമ്മിറ്റി. ഇനി ജില്ലാ തലത്തിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റ്. ജില്ലകളിൽ വരുമ്പോൾ ചില രോഗങ്ങൾ ജില്ലകളിൽ മാത്രം. ഇപ്പൊ ഷിഗല്ല എന്ന് പറഞ്ഞാൽ പാലക്കാടില്ല, ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, പത്തനംതിട്ട വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അതേസമയത്ത് ആ ജില്ലകളിൽ ചിലപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടാവാം, മറ്റ് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതാത് ജില്ലകളിൽ ഒരു ഔട്ട്ബ്രേക്കിംഗ് മോണിറ്ററിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ തലത്തിൽ ആക്ഷൻ കമ്മിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി. ഇതിനെ സംസ്ഥാനത്തിലെ റാപ്പിഡ് ടീമിനെ കൂടെ, RRT ടീമിനെ കൂടെ ഉൾക്കൊള്ളാവുന്ന സംസ്ഥാനതല ഔട്ട്ബ്രേക്കിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടെ രൂപീകരിച്ച്. അപ്പൊ ഇതിന്റെ ലക്ഷ്യമൊന്നും മറ്റൊന്നുമല്ല, പഞ്ചായത്ത് ലെവൽ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുക. രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നു അതിനെ കുറിച്ച് അന്വേഷിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെയൊക്കെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആരോഗ്യ മന്ത്രാലയം തന്നെയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, DME, DHS തുടങ്ങിയ സംവിധാനങ്ങളാണ് ഏത് നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നടപ്പാക്കുക. അത് തികച്ചും ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട്. ഇത് ഞങ്ങളെ സഹായിക്കാനൊരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഹൈപ്പവർ കമ്മിറ്റിയെ നിയോഗിച്ചത്. അതായത് ഇതുപോലുള്ള എപ്പോഴും ഉണ്ടാവുന്ന ചില പകർച്ചവ്യാധികളെ ഇനി എങ്ങനെ ഭാവിയിൽ നിയന്ത്രിക്കാം, അതിനെക്കുറിച്ചാണ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അടുത്ത വർഷം മുതൽ കഴിയുന്നത്ര രോഗപ്രതിരോധം നടപ്പാക്കുക.